ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രാവിലത്തെ കുളിയും ബ്രേക്ക്ഫാസ്റ്റും മൂക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല മഴയായിരുന്നു രാവിലെ, എന്നാലും ഇപ്പോൾ കുറച്ച് തോന്നി നിൽക്കുക. അങ്ങനെ മൂക്ക് കുറച്ച് ദിവസം കൊണ്ട് നല്ല പനിയായിരുന്നു. അങ്ങനെ മോടെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് പാടെ മൂടൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയത്. അങ്ങനെ പൂവൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പൂവൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ഞാൻ. നീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ കണുവായി പെയ്തിടും കനവായി തോർന്നിടും. ടൈം ആട്ടോ ഇതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ മോളോട് ഉമ്മ ചോദിച്ചപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ആൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. എല്ലാ അമ്മമാർക്കും ഇത് ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ ചോദിക്കാതെ തന്നെ ആളെനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് തരുമെന്ന്. അങ്ങനെ പിന്നെ പൂവൊക്കെ കുറച്ചു നേരം കാണിച്ചു കൊടുത്തു. പൂവൊക്കെ കൈ കിട്ടി ആൾ സൈക്കോയാ, അതെടുത്ത് ഞെരിച്ചങ്ങ് കളയും. അതിൻ്റെ ഒരു ഇതള് കയ്യെ പറ്റിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. പിന്നെ ആളെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ മീൻ മേടിക്കാൻ പോയി. ആൾ വിചാരിക്കുന്നത് എവിടെയോ വലിയ ഏതോ സ്ഥലത്ത് കറങ്ങാൻ പോവുക, ദൂരോട്ട് എവിടെ പോവുക എന്നുള്ള രീതിയിൽ ഇരിക്കുക. എവിടെ പോയാലും ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ടാറ്റാ ബൈ ബൈ സീ യു പറയുക കേട്ടോ അമ്മയോട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മീൻ മേടിക്കാനാണ്. ഒക്കെ നെത്തോലിയായിരുന്നു, നല്ല ഫ്രഷ് നെത്തോലിയാണ്. അങ്ങനെ ഇപ്പോൾ നെത്തോലിയുടെ തോന്നുന്നു. അങ്ങനെ നെത്തോലി മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അങ്ങനെ അമ്മയുടെ കയ്യിൽ നെത്തോലി കൈ കൊടുത്തതിന് ശേഷം പിന്നെ മോളെയും കുളിപ്പിച്ച് കുറച്ച് ദിവസമായി തല വാഷ് ചെയ്തിട്ട്, അങ്ങനെ ഇന്ന് തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നല്ലോണം തൂർത്തി. പനിയായതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം നല്ല മഴയായിരുന്നു. അതിനുശേഷം അമ്മ നേരെ മീൻ കഴുകാൻ പോയി. അങ്ങനെ മീൻ കഴുകിയും വെച്ചു, കറിക്കും മാറ്റി വെച്ചു, മസാല പുരട്ടി ഫ്രൈ ചെയ്യാനും മാറ്റി വെച്ചു. പിന്നെ ബാലമോൾ ഉറങ്ങിയതിന് ശേഷം എൻ്റെ കുറച്ച് കലാപരിപാടികളാണ്. അതെല്ലാം കഴിഞ്ഞ് ആൾ ഉണർന്നു. പിന്നെ അമ്മ നെത്തോലി ഫ്രൈയും ചെയ്ത് പീര വെക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ബാലമോളോട് കുറച്ച് നേരം കളിച്ച് അതിന് ശേഷം അവർക്ക് ചോറും കൊടുത്തു. ചോറ് കൊടുത്തതിന് ശേഷം ഇനി എൻ്റെ ലഞ്ച് ടൈമാണേ. ചോറുണ്ട്, മോരുകറിയുണ്ട്. ഇടയ്ക്ക് കരയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം, ആൾ സമ്മതിക്കത്തേ ഇല്ല. ഇപ്പോൾ വോയിസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സൗണ്ട് ഇടയ്ക്കൊക്കെ കേൾക്കും. അങ്ങനെ തോരനുണ്ട്, നെത്തോലി ഫ്രൈ ഉണ്ട്, നെത്തോലി പീരയുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണല്ലോ നെത്തോലി ഫ്രൈ. നെത്തോലി പീര അത്ര താല്പര്യമില്ല എനിക്ക്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സീ യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.